സത്യം വിറ്റ് ജീവിക്കേണ്ടവർ കള്ളം മാത്രം പറഞ്ഞ് ജീവിക്കുന്നു, എന്നിട്ട് ആൾക്കാരെ പറ്റിക്കുന്നു, അവരുടെ പൈസയും കൊണ്ട് പോകുന്നു. ഇതാണ് ഇപ്പോൾ കേരളത്തിലെ സ്ഥിരം തള്ളം, വിസ സ്കാം. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം ഓരോരുത്തന്മാർക്ക് തിന്നാൻ എറിഞ്ഞു കൊടുക്കുന്നു. ഈ കാണുന്ന വ്യക്തി ഒരു വലിയ കടബാധിതനാണ്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം ജോർജിയയിൽ പണിയെടുക്കാൻ വന്ന ഒരാൾ. വരുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷകളും കൊണ്ട് വന്നതാണ്. ജോർജിയയിൽ വന്ന് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി കടങ്ങളെല്ലാം വീട്ടാം, ലോൺ അടയ്ക്കാമെന്നൊക്കെ. അവസാനം ഡീപ്പോർട്ട് ചെയ്യുന്നുള്ള സാഹചര്യം ആയപ്പോഴത്തേക്കും മസ്കറ്റിലോട്ടൊരു ജോബ് സെറ്റായി കയറ്റി. നമ്മളിപ്പോൾ ഈ ജോർജിയയിൽ ഇവിടെ വന്ന് വർക്ക് വിഷയം ആയതുകൊണ്ട് ഞാൻ പറയുന്നത് സ്റ്റുഡൻസിന് ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല. സ്റ്റുഡൻസിന് അഫക്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഫേക്കായിട്ടുള്ള ഏജൻസീസ് വഴി. ഫേക്ക് എന്ന് പറയുന്നത് വെച്ചാൽ നാട്ടിലെ ഓഫീസോ ഒരു പേരോ ഊരോ ഇല്ലാത്ത കുറേ ഏജൻസി വഴി എങ്ങും കേട്ടില്ലാത്ത കുറേ ഏജൻസികൾ വഴി ഇവിടെ വന്ന് പെട്ടുപോകുന്ന സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ പ്രബുദ്ധരായിട്ടുള്ള ഏജൻസികൾ വഴിയും പെടുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നോക്കി ചൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ റിഗ്രറ്റ് ചെയ്യേണ്ട വകുപ്പ് അവർ തന്നെ ഉണ്ടാക്കി തരും. നമ്മൾ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങുന്നതിന് ശ്രമമാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ. പിന്നെ ഈ കാര്യങ്ങൾ ഇവിടെ ഈ വിസ സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റേതായ ഗൗരവത്തിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ ആ സീരിയസ്നെസ്സിൽ കാണുന്നതുകൊണ്ട് അതിനെതിരെ ശക്തമായി നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും. ഫോർ ഷുവർ നമ്മളത് ചെയ്യും. ഇന്ത്യൻ എംബസി ഓഫീഷ്യൽസുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്ന ഇവിടെ നിന്ന് പലരും ഇപ്പോൾ നാട്ടിലോട്ട് മുങ്ങിയിട്ടുണ്ട്. ഇവിടെ സ്കാം നടത്തി നാട്ടിലോട്ട് മുങ്ങിയ മക്കൾക്ക് എല്ലാവർക്കും നാട്ടിൽ നിന്നായാലും പണി കിട്ടും. പിന്നെ കേരള പോലീസിൽ ഇത് വേണ്ട രീതിക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് പോലും പലരും ഇപ്പോൾ നാട്ടിൽ ഫ്രീ ആയിട്ട് റോം ചെയ്യുന്നുണ്ട്. കേരള പോലീസ് അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നില്ല. എത്രയും പെട്ടെന്ന് കേരള പോലീസ് അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, കേരള പോലീസ് എടുത്തില്ല എന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റേതായ രീതിക്ക് ഹയർ അതോറിറ്റീസിൽ മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് എൻ്റെ ആരെയും പറ്റിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ ഓരോരുത്തരെ കാണുന്നതാണ് ഇവിടെ. ദയവ് ചെയ്യുക ഇനിയെങ്കിലും ആൾക്കാർ മനസ്സിലാക്കുക, ജോർജിയയിലോട്ട് വർക്ക് വിസ എന്ന് പറഞ്ഞ് കെട്ടിയെടുത്ത് വരരുത്. ഇവിടെ അങ്ങനെ സംഭവമില്ല, മനസ്സിലാക്കുക കേട്ടോ.